Welcome back, my dear students, to our next class of Human Resource Management. And we were analyzing what is HR planning. Okay, what is HR planning and what are the importance and what are the important features, as well as why it is said that this HR planning is very important to an organization. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്, ഓർമ്മയുണ്ടാവും. അതിനെ തുടർന്ന് നമ്മൾ HR പ്ലാനിങ്ങിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സിലേക്കാണ് പോകുന്നത്. അതിൽ തന്നെ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ HR പ്ലാനിങ്. HR പ്ലാനിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചാലാണ് നമുക്ക് HR പ്ലാനിങ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്. ആൻ ഓർഗനൈസേഷൻ, എവറി ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. വാട്ട് യു മീൻ ബൈ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്? The objectives to be attained within a short period. For example, within 1 year, it can be called as short-term objective. But at the same time, there are for an organization, it is very important to formulate long-term objectives also. For 10 years or 20 years or 25 years, what all objectives have to be secured by a business organization? These objectives are known as long-term objectives. For example, expansion of the organization, diversification of the organization, acquisition of various other organizations. So these are various types of long-term objectives that may be formulated by an organization. So an HR manager should keep in mind what are the long-term objectives set out by the administration of the same organization. Administrators set ചെയ്തിട്ടുള്ള long-term objectives ഏതൊക്കെയാണോ ആ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ബോധവാനാകുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. HR പോളിസി ഉണ്ടാക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിന്, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല, കാരണം വേറൊന്നുമല്ല, അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. പോളിസീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അത് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ, വി ഷുഡ് പ്രിപ്പയർ, it's a duty of the HR manager to prepare an existing inventory of employees, or it is known as HR inventory. That means existing manpower in the organization. ഇപ്പോൾ നിലവിൽ എത്രത്തോളം മാൻ പവർ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ഇഫ് ഇറ്റ്സ് ആൻ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. ഫോർ എ ന്യൂ ഓർഗനൈസേഷൻ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം സീറോ, അത് വേറെ കാര്യം. എങ്കിലും എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ HR പോളിസി ഉണ്ടാക്കുന്ന HR മാനേജറെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ക്വാളിറ്റി എത്രയാണ്, എന്താണ്, അവരെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അവർ ഇൻവെൻട്രി തയ്യാറാക്കുന്നത് HR മാനേജറുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, we should HR manager should take an analysis of the number of people or number of employees that may be required by the natural causes, by some replacements like rotations or retirements, all these things. ജോബിൽ ഉണ്ടാവുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട് അല്ലേ. ഇപ്പോൾ 60 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം, അല്ലെങ്കിൽ 56 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ആവണം, അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. ഇഫ് എ പേഴ്സൺ അറ്റൈൻസ് ദാറ്റ് ഏജ്, റിട്ടയർ ആയിക്കൊള്ളണം, നിർബന്ധമാണ് അല്ലേ. നമുക്ക് അറിയാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
ഒരുവിധം നമുക്കറിയാം അല്ലേ. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ പിന്നെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും എന്ന് റിട്ടയർ ചെയ്യും, എങ്ങനെ റിട്ടയർ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. മാത്രമല്ല ഇപ്പോൾ റിട്ടയർമെൻറ്റ് മാത്രമല്ല അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ നേരത്തെ തന്നെ റിസൈൻ ചെയ്ത് പോവാം അല്ലേ. ചിലപ്പോൾ ചില റീപ്ലേസ്മെൻറ്റുകൾ നമുക്ക് വേണ്ടി വന്നേക്കാം. സംടൈംസ് ഡെത്ത്, ആക്സിഡൻറ്റ്സ് മേ കോസ് സം ന്യൂ പ്ലേസസ് ഓർ ന്യൂ വേക്കൻസീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കരുത്. ഒരു വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെങ്കിലും ഡെത്ത് മൂലമോ ആക്സിഡൻറ്റ്സ് മൂലമോ നമ്മുടെ ഓർഗനൈസേഷന് പിരിഞ്ഞു പോകാം. 1-2 വേക്കൻസികൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ റിട്ടയർമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന സമയത്ത് റിട്ടയർ ചെയ്ത് പോകുന്നുള്ളത്. ബാക്കിയുള്ളത് അത്രയും കൃത്യതയില്ലെങ്കിലും അതൊട്ടും തന്നെ നമ്മൾ അതിൻ്റെ കണക്കിൽ പെടാതെ വരരുത്. അപ്പോൾ നമുക്ക് വേണ്ടി വരാവുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരാവുന്ന ജോബ് വാക്കൻസീസിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം, HR മാനേജർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരുന്ന ആളുകളുടെ എണ്ണത്തിന് പുറമെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അല്ലേ, ഫ്യൂച്ചർ ഇന്നൊവേഷൻസിനെയും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പാകത്തിന് ഏത് ഫീൽഡിലുള്ള ഇതാണെങ്കിലും ടെക്നോളജി ഫീൽഡിലാണെങ്കിൽ പ്രത്യേകിച്ചും ആവശ്യമുള്ളതായിട്ടുള്ള പുതിയ ഇന്നൊവേഷൻസ്, പുതിയ സ്കിൽസ്, പുതിയ തരം നോളജുകൾ എല്ലാം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവലോകനം, അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നടത്തേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ലേബർ മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം. എത്രത്തോളം ലേബറേഴ്സിന് നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ. നമ്മൾ എങ്ങനെ വേണം, എത്ര വേണം, ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. അതേസമയം ആ ലേബർ ഫോഴ്സിൽ അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിൽ ഇപ്പം എത്രത്തോളം പേര് അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. 25 സ്കിൽഡ് ലേബറേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ലേബർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 10 പേര് മാത്രമാണ്. സോ വാട്ട് വി ക്യാൻ ഡു അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡു സർട്ടൺ ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അല്ലെങ്കിൽ ഉള്ളവരെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുതിയത് 10 പേരേ കിട്ടുള്ളൂ, ബാക്കി 15 പേരുടെ ഒഴിവ് നമ്മൾ എങ്ങനെ നികത്തും അല്ലേ. നികത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആൾക്കാരെ വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ ലേബർ മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലായി, സപ്ലൈ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് ഒരു HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് so this is an important factor. And next one is the labor turnover rate, retirement rate and resignations. റിട്ടയർമെൻറ്റിനെ കുറിച്ചും റെസിഗ്നേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട വേറൊരു വിഷയമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ്, ദാറ്റ് ഈസ് ലേബർ ടേൺ ഓവർ റേറ്റ്. ഓക്കെ, ലേബർ ടേൺ ഓവർ റേറ്റ്. ആൻഡ് വാട്ട് ഈസ് ലേബർ ടേൺ ഓവർ റേറ്റ്? The employees are leaving the organization. Either they are resigned from the organization or sometimes the management themselves, they may relieve them from the organization due to their incapacities and all these things. And the persons employed in the organizations are leaving the organizations and new persons are appointed in their place. ആ ഒരു റേറ്റിനെ വിളിക്കുന്ന പേരാണ് ലേബർ ടേൺ ഓവർ റേറ്റ്. ദ റേറ്റ് അറ്റ് വിച്ച് ദ എംപ്ലോയീസ് ആർ റിലീവ്ഡ് ഫ്രം ദി ഓർഗനൈസേഷൻ ആൻഡ് ന്യൂ പേഴ്സൺസ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ദെയർ പ്ലേസ്, നോൺ ആസ് ലേബർ ടേൺ ഓവർ റേറ്റ്. ആൻഡ് ദിസ് ലേബർ ടേൺ ഓവർ റേറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് an optimum level. It should not exceed the limit. Should not exceed the optimum limit. എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? ലേബർ ടേൺ ഓവർ റേറ്റ് കൂടിയാൽ അതിൻ്റെ മീനിങ് എന്താ? കുറേ ആൾക്കാർ വരുന്നു, കുറേ ആൾക്കാർ നമ്മുടെ നിന്ന് വിട്ടുപോകുന്നു, അവിടെ ഒരു സ്ഥിരതയില്ല, ആൾക്കാർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ദാറ്റ്സ് എ മീനിങ് ഓഫ് ലേബർ ടേൺ ഓവർ റേറ്റ് അല്ലേ. അതേസമയം അത് വല്ലാണ്ട് ലോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കില്ല. കാരണം അതാത് സമയങ്ങളിൽ വിട്ടുപോകേണ്ടവർ പോകണം. മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ലേബറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
പെട്ടെന്നൊരു കാരണം പറഞ്ഞ് അവരെ പിരിച്ചു വിടുകയല്ല വേണ്ടത്. അവരെ മാക്സിമം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി അവരെ മാക്സിമം നമ്മൾ അവരുടെ സ്കില്ലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, അത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാനും പാടില്ല, പോകാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെ റിട്ടയർമെൻറ്റിനെ കുറിച്ചും നമ്മുടെ ലേബർ ടേൺ ഓവർ റേറ്റിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ റെസിഗ്നേഷൻസിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനിങ്ങിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ദി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡൺ ബൈ ദി HR മാനേജർ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളിവിടെ കണ്ടത്? നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ ഓർഗനൈസേഷനുള്ളിലുള്ള ആൾക്കാരുടെ എണ്ണവും അവരുടെ സ്കില്ലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ റിട്ടയർമെൻറ്റിലൂടെ നഷ്ടപ്പെടാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പുതിയതായിട്ട് ലഭിക്കേണ്ട ആൾക്കാരുടെ സ്കില്ല്, നോളജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വെറും മാർക്കറ്റല്ല, ലേബർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലേബറേഴ്സിൻ്റെ ആ ഒരു സപ്ലൈ എത്രത്തോളം ഉണ്ട് അതും നമ്മൾ അനലൈസ് ചെയ്യണം. ആൻഡ് അറ്റ് ദി സെയിം ടൈം ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അവിടെ വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ലേബർ ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് HR പ്ലാനിങ്ങിനെ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ HRP പ്രോസസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്സ് അല്ലേ. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ കണ്ടതാണ് അല്ലേ. എന്താണ് കണ്ടത്? HRP എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോ മെനി ആക്ടിവിറ്റീസ് and in a chronological order. There is a sequential order in it. അല്ലേ, അപ്പോൾ ഒരു പ്രത്യേക ഓർഡറിൽ ചെയ്ത് തീർക്കേണ്ട ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ് എവിടെ വരുന്നത്, ഈ HR പ്രോസസ്സിൽ വരുന്നത്. സോ we should study about that HR process and what are the important steps which come under this heading, that is this HRP process. And mainly there are 7 important steps. 7 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് ഈ ഒരു HRP പ്രോസസ്സിൽ വരുന്നത്. And the first one is preparation of manpower inventory. Second one is analysis of future plans. Third one is forecasting the manpower requirements. Fourth one is analysis of supply. Fifth one is analysis of this manpower gap. And sixth one is preparation of action plan. And the last one is monitoring and control. These are the 7 important things or 7 important steps to be followed in the case of നമ്മൾ ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്, in HRP process. HRP process. ഓക്കെ, ദെൻ ഇതിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ്, ദാറ്റ് ഈസ് വി ഷുഡ് ടേക്ക് ആൻ ഇൻവെൻറ്ററി. വി ഷുഡ് കൺസിഡർ ദ ഇൻവെൻറ്ററി ഓഫ് മാൻ പവർ. നമ്മുടെ ഓർഗനൈസേഷനിൽ നേരത്തെ നമ്മൾ കണ്ടതാണ്, ഓർഗനൈസേഷനിൽ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, നമ്പർ എത്രത്തോളം ഉണ്ട്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അവർ ഏതൊക്കെ പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരേതൊക്കെ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് അവർ ഓർഗനൈസേഷനെ കാണുന്നത്, അവരുടെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി എത്രത്തോളം ഉണ്ട്, അവർ ഓരോരുത്തരും അക്വയർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്, നോളജുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അടിവരയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അടിവരയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാൻ പവർ ഇൻവെൻട്രി. അത് നമുക്ക് പേപ്പർ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഫയൽസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ സാധാരണ എല്ലാ ഓർഗനൈസേഷൻസിലും നിലവിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതുവരേക്കും എത്ര പേര് വർക്ക് ചെയ്തു, അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഏതൊക്കെ പൊസിഷൻസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്,
ഏത് ഓഫീസിൽ ചെന്ന് ചോദിച്ചാലും ഏത് ഓർഗനൈസേഷനിൽ ചെന്ന് ചോദിച്ചാലും അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ HR പോളിസി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു പ്ലാനിങ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഇൻവെൻട്രി പ്രിപ്പയർ ചെയ്യുക. നിലവിൽ എത്രത്തോളം ഉണ്ട്, നിലവിലുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് മാൻ പവർ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ്, their capabilities, experience and skills. നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ, കേപ്പബിലിറ്റീസ്, എക്സ്പീരിയൻസ്, സ്കിൽ, ഇതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാൻ പവർ ഇൻവെൻറ്ററി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്. ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒന്ന് എഴുതിയിടാം. ദാറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. The first one is formulating manpower inventory. Second one ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്. വാട്ട് ഡു യു മീൻ ബൈ ഫ്യൂച്ചർ പ്ലാൻ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളാണ്. അല്ല, നിലവിലുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി, ശരി തന്നെ. പക്ഷേ ഇതിനെ നമുക്കൊന്ന് കമ്പാരിസൺ നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അത് നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതായത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുതന്നെയാണ് ഈ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ ലെവലിൽ ബിസിനസ് നടത്തുന്നൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വെദർ ദേ ആർ ഗോയിങ് എബ്രോഡ്, വെദർ ദേ ആർ ഗോയിങ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, അല്ലേ? അത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിക്കേണ്ടതുണ്ട്. നാഷണൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നൊരു ഫേം ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, തീർച്ചയായും എംപ്ലോയീസിൻ്റെ എണ്ണവും കേപ്പബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടി വരും. അതിന് സംശയമൊന്നുമില്ല, അല്ലേ? അപ്പോൾ ആ എക്സ്പാൻഷൻ എങ്ങനെ പോകുന്നു, എത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ഫ്യൂച്ചറിൽ എന്തെങ്കിലും അക്വിസിഷൻസ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലേ? പുതിയ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അനാലിസിസ് ഓഫ് എ ഫ്യൂച്ചർ പ്ലാൻ. ആൻഡ് ഇറ്റ് ഇസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ ബൈ ദ HR മാനേജർ. ദാറ്റ് every business has certain future plans like expansion, diversification, acquisition of new business, etc. And all these require manpower. The firm has to list out the functions or activities that require human labor and the nature and extent of skill required. And it's a responsibility of the organization to prepare their own list of manpower requirement in the organization. How much what's the real number of employees required by the organization and also their capabilities. Okay, so that's the second important step. And the third one is forecasting manpower requirements. Forecasting, third one is forecasting manpower requirements. Forecasting, and we have considered the manpower inventory, okay, and we have seen, or we have gone through, or went through the future plans of the organization. Then we can make an analysis of the future manpower requirements, alle.
എക്സ്പാൻഷൻ ഇതൊക്കെ നടക്കണം, ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇന്ന ആക്ടിവിറ്റീസൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി എങ്കിൽ നമ്മൾ ആ മനസ്സിലായതിനെ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം? മാൻ പവർ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അതാ നമ്മൾ പുതിയ 2 ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പുതിയ 2 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിനും ബ്രാഞ്ച് മാനേജേഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 2 പുതിയ വേക്കൻസീസ്, നമ്മൾ മാനേജേഴ്സിൻ്റെ വേക്കൻസീസ് അവിടെ ഉണ്ടാവുകയാണ്. ഇനി ഓരോ ബ്രാഞ്ചിലും നമുക്ക് അത്യാവശ്യം ഒരു 10 പേരെങ്കിലും പുതിയ വേക്കൻസീസിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോയിൻ്റ് ചെയ്യണം. സോ ഒരു ബ്രാഞ്ചിൽ 10 ആണെങ്കിൽ അടുത്തതിലും 10, സോ 10 10 20, അങ്ങനെ മൊത്തം 22 പേരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോയിൻ്റ് ചെയ്യണം. അതിൽ മാനേജേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നവർക്ക് MBA ക്വാളിഫിക്കേഷൻ, അവർക്ക് അത്രയും എക്സ്പീരിയൻസ്, അവർക്ക് കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. നമ്മളത് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റിലേക്ക് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ്സ് എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മേക്സ് എ പ്രൊജക്ഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാൻ പവർ. നമ്മുടെ ആ ഒരു ടോട്ടൽ നമ്പർ എത്ര പേരെ വേണം എന്നുള്ള കാര്യം, ഇൻക്ലൂഡിങ് ഇറ്റ്സ് കോമ്പസിഷൻ, അതിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻസും അടക്കം എന്ത് ചെയ്യും? പറയും. ലൈക്ക് മാനേജേഴ്സ് ആയിരിക്കാം, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്, ദെൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എക്സെട്ര. ആൻഡ് ദ HR ഡിപ്പാർട്ട്മെൻറ്റ്സ് കണ്ടക്ട് സെവറൽ സ്റ്റഡീസ്. ഇതൊക്കെ നിങ്ങൾ ഈ സ്റ്റഡീസൊക്കെ നിങ്ങൾ ഓരോരോ ചാപ്റ്ററുകളായിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് HR മാനേജർ, HR ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റഡികളുണ്ട്. ആ സ്റ്റഡീസിനെ നമ്മൾ വിളിക്കുന്ന കുറേ പേരുകളുണ്ട്. ഒന്നും ഒക്കെ മനസ്സിൽ വയ്ക്കുക. ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ദെൻ ജോബ് റൊട്ടേഷൻ, അങ്ങനെ ജോബ് എന്നുള്ള ഫസ്റ്റ് വേർഡും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളും, അതൊരുപാട് പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. സോ മാൻ പവർ ടെക്നിക്സ് ലൈക്ക് വർക്ക് ഫോഴ്സ് അനാലിസിസ്, വർക്ക് ലോഡ് അനാലിസിസ്, ജോബ് അനാലിസിസ്, എക്സെട്ര. And for determining the size of manpower technique like ratio analysis, trend analysis, നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നമുക്കിവിടെ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. നമുക്ക് ട്രെൻഡ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇതുവരെ ഇത്ര ആൾക്കാർ വേണ്ടി വന്നു, ഫ്യൂച്ചറിൽ ഇത്രയും നീഡ്സ് നമുക്കുണ്ട്, സോ ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി വരും, സോ ദാറ്റ് ഈസ് ട്രെൻഡ് അല്ലേ. ട്രെൻഡ് അനാലിസിസിലൂടെ, അതുപോലെ റിഗ്രഷൻ ടെക്നിക്കിലൂടെ, റിഗ്രഷൻ മെത്തേഡുകളിലൂടെ, നമുക്ക് കോറിലേഷൻ മെത്തേഡിലൂടെ ഒക്കെ നമുക്ക് മാൻ പവർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, കറണ്ട് ഇൻവെൻട്രി നമ്മൾ ഉണ്ടാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തേതിൽ നമ്മൾ ചെയ്തത് നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ് എത്രയായിരിക്കും എന്ന് തീരുമാനിക്കലാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്, ഒരു സ്റ്റെപ്പുണ്ട്, ദാറ്റ് ഈസ് അനലൈസിങ് സപ്ലൈ. അനലൈസിങ് സപ്ലൈ. ആൻഡ് വാട്ട് യു മീൻ ബൈ സപ്ലൈ? എന്താണ് സപ്ലൈ? എത്രത്തോളം ആൾക്കാരെ ലഭ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഇന്നതൊക്കെയാണ്, ഇത്രയും ആൾക്കാരെ നമുക്ക് വേണം, പക്ഷേ അവിടെ നമുക്ക് 50 പേര് വേണം, പക്ഷേ 50 പേര് അവിടെ അവൈലബിൾ ആണോ എന്നും കൂടി നമ്മൾ നോക്കണം അല്ലേ. അതായത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 50 പേരെ വേണ്ടി വരും. അപ്പോൾ ലേബർ നമ്മൾ അനലൈസ് ചെയ്യണം, ലേബർ മാർക്കറ്റിൽ ഈ 50 പേരുണ്ടാവുമോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 ഡോക്ടർമാരെ നമുക്ക് 2 കൊല്ലത്തിനുള്ളിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ COVID-19 പാൻഡമിക് ഒക്കെ നടക്കുന്നൊരു സാഹചര്യത്തിൽ 1000 ഡോക്ടേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തു,
നമ്മുടെ റിക്വയർമെൻറ്റ് ഇന്നതൊക്കെയാണ്, നമ്മൾ ഇത്ര പേരെ ആവശ്യമുണ്ട്, 1000 പേരെ ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നിലവിലുള്ള സാഹചര്യം നമ്മൾ പരിഗണിച്ചു. അപ്പോൾ അവിടെ ഒരു 500 പേരുടെ സാധ്യത അവിടെ നമ്മൾ കാണുന്നുണ്ട്. 500 പേരെ നമുക്ക് എക്സിസ്റ്റിംഗ് നമുക്ക് ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തോളും. ബാക്കി 500 പേര് എന്ത് ചെയ്യണം അല്ലേ? ആ 500 പേരെ നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ അടക്കം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഗണിക്കേണ്ടി വരും. ഇവരെത്ര കൊല്ലം കഴിഞ്ഞാലാണ് ഡോക്ടേഴ്സായിട്ട് പരിശീലനം നേടി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അങ്ങനെ നോക്കിയാലാണ് നമുക്ക് 500 പേരുടെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ എന്ത് നോക്കാൻ. ഇനി നമ്മൾ നോക്കാണ് തൽക്കാലം 500 പേരില്ല, ഒരു 350 പേരെ കിട്ടാൻ വഴിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 150 പേരുടെ ആ ഒരു വേക്കൻസി എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ സപ്ലൈ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നമ്മൾ 1000 പേരെ വേണം, 2000 പേരെ വേണം, 5000 പേരെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അവരെ നമുക്ക് ലഭ്യമാകുമോ എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിഗണിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആൻഡ് the existing manpower is not sufficient to carry out the increased workload, especially if the existing manpower is not sufficient to handle with the workload ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? പ്രശ്നമായിരിക്കും. Okay, and the HR department must explore external sources for the supply of manpower, and it prepares a recruitment and selection plan based on such analysis. ഈ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് സെലക്ഷൻ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് സപ്ലൈ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ്. Analysis of manpower gap. And what do you mean by manpower gap? നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, 1000 പേരെ വേണം, അതേസമയം 500 പേരേ ഉള്ളൂ. സോ എത്രയാണ് അവിടുത്തെ മാൻ പവർ ഗ്യാപ്പ്? 500 ആണ് അവിടുത്തെ മാൻ പവർ ഗ്യാപ്പ്. സോ ആ മാൻ പവർ ഗ്യാപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗ്യാപ്പ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ മാൻ പവർ ഗ്യാപ്പ് കണ്ടുപിടിക്കുക, ഡിമാൻഡ് ഇത്രത്തോളം ഉണ്ട്, സപ്ലൈ ഇത്രത്തോളം ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ഗ്യാപ്പ് എന്നുള്ളത് മനസ്സിലാക്കലാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ manpower. The analysis of manpower gap reveals the number and quality of manpower recruited or surplus to be treated as redundant. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 1000 പേരുണ്ടാവും, നമുക്ക് വേണ്ടത് ഫ്യൂച്ചറിൽ വേണ്ടത് 500 പേരെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും ഗ്യാപ്പ് തന്നെയാണ്. ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതെന്താ? വെറും വേസ്റ്റാണ് അല്ലേ? അവർ വെറുതെ ഐഡിയലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നിലവിൽ നമ്മുടെ കയ്യിൽ 1000 പേരുണ്ട്, പക്ഷെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യം 500 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെയും പ്രശ്നമാണ്. കുറവായിരിക്കുന്നത് മാത്രമല്ല ഗ്യാപ്പ് എന്ന് പറയുന്നത്, കൂടുതലായിരിക്കുന്നതും എന്ത് തന്നെയാണ്? ഗ്യാപ്പ് തന്നെയാണ്. സോ ആ ഗ്യാപ്പ് എന്ത് തന്നെയായിരുന്നാലും, ഡെഫിഷ്യൻസി ആയാലും സർപ്ലസ് ആണെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. ദാറ്റ് ഈസ് ദ 6th important step. That is preparation of action plan. And what do you mean by preparation of action plan? നമ്മൾ എല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻവെൻറ്ററി നമ്മൾ തയ്യാറാക്കി, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? അതിനെ അടിസ്ഥാനപ്പെടുത്തി ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ്, മാൻ പവർ റിക്വയർമെൻറ്റ്സ് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ദെൻ നമ്മൾ സപ്ലൈനെ കുറിച്ച് അനലൈസ് ചെയ്തു, മാൻ പവർ ഗ്യാപ്പ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ഫൈനലി വി ക്യാൻ ഫോർമുലേറ്റ് ആൻ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ മീൻസ്
എങ്ങനെയാണ് അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യേണ്ടത്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഇത് ഓരോന്നും ഓരോ പ്രോസസ്സുകളാണ് അല്ലേ. അത് നമ്മളത് പിന്നീട് പഠിക്കും, എന്താണ് റിക്രൂട്ട്മെൻറ്റ്, എന്താണ് സെലക്ഷൻ എന്നുള്ള. റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിലൂടെയോ ബാക്കി ഏത് മെത്തേഡുകളിലൂടെയോ ആൾക്കാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ വേക്കൻസീസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, റിക്രൂട്ട്മെൻറ്റ്. അപ്പം അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തി പിന്നീട് സെലക്ഷൻ നടത്തി അല്ലേ, റിട്ടൺ ടെസ്റ്റിലൂടെയോ ബാക്കി ഇൻ്റർവ്യൂസിലൂടെയോ മെഡിക്കൽ ടെസ്റ്റിലൂടെയോ ഒക്കെ അവരെ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോയിൻ്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ, ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ആക്ഷൻ പ്ലാൻ. എങ്ങനെ നമ്മൾ ചെയ്യണം, എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ അവരെ സെലക്ട് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. Monitoring and control. We should monitor whether all these action plans or whether these planning are correct. നമ്മൾ എന്തെങ്കിലും ഫോൾട്ടുകൾ അതിൽ വരുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. നമ്മൾ എടുത്ത ആക്ഷൻ പ്ലാൻ റോങ് ആണ്, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോവാം. Okay, so that is monitoring and controlling. Okay, so these are the 7 important steps required. Monitoring and controlling ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങളത് മനസ്സിൽ വെക്കുക. സോ 7 സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ 7 സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, മാൻ പവർ ഇൻവെൻറ്ററി തയ്യാറാക്കുക. സെക്കൻഡ് വൺ, അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്. തേർഡ് വൺ, ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. Fourth one is analyzing of supply. Fifth one, analysis of manpower gap. So ഈ term വളരെ important ആണ്, manpower gap. It may be either deficit or it may be surplus. Okay, gap എന്ന് പറയുന്നത് deficit ആയിരിക്കാം, surplus ആയിരിക്കാം. And next one is, sixth one is preparation of action plan. And seventh one is, ഏഴാമത്തേതാണ് എന്തെന്ന് പറയുന്നത്, മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ദിസ് HR planning or HRP process. Our next topic is types of HR planning. Types of HR planning. What are the different types of HR planning? Mainly it can be classified as long-term manpower planning and short-term manpower planning, or otherwise short-term manpower planning and long-term manpower planning. And what is short-term manpower planning and what is long-term manpower planning? എൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ് എന്താണ് ഷോർട്ട് ടേം, എന്താണ് ലോങ് ടേം എന്ന്. And this short-term manpower planning can also be called as labor adjustment. Labor adjustment. And why it is called labor adjustment? Because usually this short-term requirements of a firm, short-term labor requirements of an organization is usually done by adjusting the existing labor to that needs. Adjust ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ നീഡ്സ് എന്ത് ചെയ്യാറുള്ളത്, ഫുൾഫിൽ ചെയ്യാറുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്നുണ്ടാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് പേരെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അവരെ പുതിയതായിട്ട് നമുക്ക് അപ്പോയിൻ്റ് ചെയ്ത് വലിയൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിങ് നടത്തി, സെലക്ഷൻ പ്രോസസ്സിങ് ഒക്കെ നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഷോർട്ട് റണ്ണാണ്, ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നതും. ചിലപ്പോൾ 1-2 പേര് നമ്മുടെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ റിലീവ് ചെയ്ത് പോയതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇത് എടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ചിലപ്പോൾ പ്രൊമോഷൻ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ബാക്കിയുള്ള മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അതിലൂടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഷോർട്ട് ടേം റിക്വയർമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം,
കാണാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാനിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അതുകൊണ്ടാണ് അത് ലേബർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിലൂടെ അതെന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അതേസമയം ലോങ് ടേം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോങ് ടേം HR പ്ലാനിങ് എന്ന്, അതാണ് റിയലി HR പ്ലാനിങ് എന്ന് പറയുന്നത്. ലോങ് ടേം ആയിട്ട് നടത്തുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, HR പ്ലാനിങ് ആയിട്ട് മാറുന്നത്. അവിടെയാണ് നമ്മൾ ലോങ് ടേമിലേക്കുള്ള നമ്മുടെ ആവശ്യങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ നീഡ്സ് മനസ്സിലാക്കുകയും നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുകയും, നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റെപ്സ് പഠിച്ചിരുന്നു HR പ്ലാനിങ്ങിൻ്റെ, ആ സ്റ്റെപ്സൊക്കെ അപ്ലൈ ചെയ്യപ്പെടുന്നത് ലോങ് ടേം പ്ലാനിങ്ങിലാണ്. ഷോർട്ട് ടേം പ്ലാനിങ്ങിൽ അത്രത്തോളം സ്റ്റെപ്സ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ലോങ് ടേം പ്ലാനിങ്ങിലാണ് അത് അതേപടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഫോളോ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാർ, ലോങ് ടേം എന്ന് പറയുമ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ, അതാണ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലോ ഒരു വിതിൻ 1 ഇയർ വരുന്നതാണ് ഷോർട്ട് ടേം. അതേസമയം ലോങ് ടേം അങ്ങനെയല്ല, ഒരു 5 കൊല്ലത്തിന് മുകളിൽ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് മുകളിലൊക്കെയാണ് ഷോർട്ട് ടേം ലോങ് ടേം വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. നമ്മൾ ഡിമാൻഡ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആൾക്കാർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഡിമാൻഡ് എത്രയാണെന്ന് മനസ്സിലാക്കണം, സപ്ലൈ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അതിനുശേഷം അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. അത് വളരെ കൃത്യമായിട്ട് പോയെങ്കിൽ മാത്രമേ, അവിടെയാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഇൻഡക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അതേപടി എന്ത് ചെയ്യുന്നത്, പാലിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഇതാണ് 2 പ്രധാനപ്പെട്ട HR പ്ലാനിങ്ങുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, കാണാവുന്നത്. ഇനി HR പ്ലാനിങ്ങിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സ് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് HR പ്ലാനിങ്ങിൽ ഉണ്ടാകാവുന്ന ലിമിറ്റേഷൻസ്? ഏത് പ്രോസസ്സാണെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജസ് പോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടാകുമെന്നുള്ളത് സംശയമൊന്നുമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നമ്മളവിടെ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ലിമിറ്റേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HR പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്യൂച്ചറിലേക്ക് റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൺ, സോ റിസ്ക് ഈസ് ദർ, അല്ലേ? അൺസർട്ടൺ ആയതുകൊണ്ട് തന്നെ റിസ്ക് അവിടെയുണ്ട്. നമ്മുടെ റോങ് ഡിസിഷൻസ് നമ്മൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്, റോങ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്താനുള്ള സാധ്യതയുണ്ട്, പ്രിഡിക്ഷൻസ് റോങ് ആയിട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ദിസ് HR പ്ലാനിങ്. ലൈക്ക്വൈസ് ഓൾവേസ് ഈ HR പ്ലാനിങ് എന്ന് പറയുന്നത് ലേബറേഴ്സിനെ സംബന്ധിച്ചായതുകൊണ്ട് തന്നെ ലേബറേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പരമാവധി റെസിസ്റ്റൻസ്, പരമാവധി അതിനുള്ളൊരു എതിർപ്പ് ഉണ്ടാവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻവെൻറ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് നിലവിലുള്ള ആൾക്കാരുടെ അവരുടെ ഒരു പെർഫോമൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ എഫിഷ്യൻസി, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടമല്ല. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ താല്പര്യമില്ലാണ്ട് വരുമ്പോൾ അവർ പലപ്പോഴും അതിനെന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായപ്പോൾ ഏറ്റവും ആദ്യത്തെ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് ആരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്, ലേബറേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ആൻഡ് ലൈക്ക്വൈസ് ഇപ്പോൾ HR പ്ലാനിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നല്ലൊരു HR മാനേജർ വേണം അവിടെ. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള, നല്ല കേപ്പബിലിറ്റി ഉള്ള, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള HR മാനേജർ ഉണ്ടെങ്കിൽ ഈ HR പ്ലാനിങ് നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. മാത്രമല്ല അവിടുത്തെ പ്ലാനിങ് നടത്തണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടും അതിന് ആവശ്യമുണ്ട്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, ഈ പ്ലാനിങ് എന്ന് പറയുന്നത്, HR പ്ലാനിങ് എന്ന് പറയുന്നത് വലിയൊരു ഫെയിലിയർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഓൾസോ ഡിഫിക്കൽട്ട് ടു ഇൻറ്റഗ്രേറ്റ് HR പ്ലാനിങ് വിത്ത് അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. HR പ്ലാനിങ്ങും ബാക്കിയുള്ള മാനേജീരിയൽ ഫങ്ഷൻസും, അല്ലേ? ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ ഈ HR പ്ലാനിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനുമായിട്ട് കോർത്തിണക്കി കൊണ്ടുപോകാൻ, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും എന്ത് സംഭവിക്കും, അതിനുള്ള സമയം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. സമയം ഉണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ വ്യക്തതയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് HR പ്ലാൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്
പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ പറഞ്ഞു എംപ്ലോയീസ് ചിലപ്പോൾ അത് 2 കൈയും നീട്ടി എന്ത് ചെയ്യണമെന്നില്ല, സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിവിഷൻ ആവശ്യമുണ്ട്. അത് റിവൈസ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകൾ നീക്കിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഇതൊക്കെ HR പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കാണുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ HR പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. HRP പ്രോസസ്സിലുള്ള അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. HR പ്ലാനിങ് പ്രോസസ്സിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട HR പോളിസി ടൈപ്സ്, അതോടൊപ്പം തന്നെ HR പോളിസിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഇത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഈ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് ടോപ്പിക്സ് വരുന്നുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അണ്ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.